ശരീരഭാഗം ഏതാണ് എന്നാണ് ആങ്കർ ചോദിച്ചത്. സാധാരണ ആരുടെങ്കിലും ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇതൊരു വീഡിയോ ആക്കത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ കണ്ണേട്ടനാണ് അവിടെ ഇരിക്കുന്നത്. ആരുടെ ഇന്റർവ്യൂ കണ്ടാലും അതിനകത്ത് എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ കുത്തിന്ന് റിയാക്ട് ചെയ്യുന്ന പുള്ളിക്കാരനാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ്. സോ അന്നേരം തനിക്കെതിരെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ സമയത്ത് അത് പുള്ളിക്കാരൻ ഭയങ്കര ഫണ്ണായിട്ട് വിട്ട്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഈ വീഡിയോക്കകത്ത് മാത്രമേ ഉള്ള ഈ പറയുന്ന ആദർശങ്ങൾ സ്വന്തം ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന വീഡിയോയിൽ വന്നിരുന്ന് പറയുന്ന ആദർശങ്ങൾ സീറോ ആണ്. കണ്ണേട്ടന്റെയും ഭാര്യയുടെയും സ്ഥാനത്ത് ഈ പറയുന്ന വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേനെ. സത്യമല്ലേ? ആങ്കർ ചോദിച്ചത് ശുദ്ധ വിവരമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. പക്ഷേ ഇപ്പോഴത്തെ ഇന്റർവ്യൂസ് ഇമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ റേറ്റിംഗ് കിട്ടത്തുള്ളൂ. ഭാര്യയുടെ ഏറ്റവും നല്ല ഭാഗം ഏതാണ്, ഭാര്യയുടെ എവിടെയാണ് ടാറ്റു, ആ ചോദ്യം അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഭാര്യ ഇനി അടുത്ത ടാറ്റു അടിക്കുന്നത് എവിടെയാണ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ്. സ്വാഭാവികം, റേറ്റിംഗ് ആണല്ലോ മുഖ്യം. സോ ഇതുപോലുള്ള മസാല ക്വസ്റ്റ്യൻസ് വേണം, എന്നാൽ ഇപ്പോഴത്തെ ഇന്റർവ്യൂസ് ഒക്കെ ഓടത്തുള്ളൂ. പക്ഷെ സീക്രട്ട് ഏജന്റ് എന്തുകൊണ്ട് ഇവിടെ പ്രതികരിക്കാതെ ഇങ്ങനെ മണ്ടനെ പോലെ ഇരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇഷ്യൂ ആക്കണ്ട എന്ന് കരുതി ആ ഒരു ഫൺ മോഡിൽ അങ്ങ് എടുത്തതാണോ അതോ രണ്ട് നിലപാടുണ്ടായിട്ടാണോ ഇങ്ങനെ വെറുതെ പ്രതികരിച്ച് വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ആ ഒരു ക്വസ്റ്റ്യന്റെ ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കിത് കണ്ടപ്പോൾ തോന്നി.